അഞ്ചാമത്തെ പ്രോബ്ലം y is equal to p tan p plus log cos p. ഇത് തന്നിരിക്കുന്നത് y as a function of p ആണ്. അപ്പോൾ നമുക്കിത് yക്ക് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റും. We can do solvable for y. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. So dy by dx I can write p is equal to p into tan p. Therefore p into first into derivative second, that is c square p dp by dx plus tan p into derivative of p, that is dp by dx plus log cos p. So log in derivative I can write 1 divided by cos p, then derivative of cos p, that is minus sin p into dp divided by dx. ഈ മൈനസ് സൈൻ ബി ബൈ കോസ് പി എന്ന് പറയുന്നത് മൈനസ് ടാൻ പി ആണ്. therefore ഈ ടേമും ക്യാൻസൽ ആയി പോകും. then ഈ പിയും ക്യാൻസൽ ആയി പോകും. finally I get 1 is equal to c square p dp by dx, that is dx is equal to sec square p dp. ഇനി നമുക്ക് എന്ത് ചെയ്യാം, integrate ചെയ്യാം. therefore I get x is equal to integral of c square, I get tan p plus c. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ആറാമത്തെ ചോദ്യം p ക്യൂബ് പ്ലസ് p is equal to e raised to y. അപ്പോൾ ഇത് ഫാക്ടർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് p ക്ക് വേണ്ടി സോൾവ് ചെയ്യാമായിരുന്നു. ഇവിടെ x ന് ടൈം ഇല്ലാത്തതുകൊണ്ട് x ന് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോൾ y ക്ക് വേണ്ടി സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ y is equal to a function of x, p അല്ലെങ്കിൽ function of p എന്ന് ആദ്യം എഴുതണം. therefore I can write e raised to y is equal to p into p square plus 1. so I am taking logarithm, ലെഫ്റ്റിലും റൈറ്റിലും ലോഗരിതം എടുക്കുകയാണ്. therefore I get y is equal to log p plus log p square plus 1. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് എന്താണ്, y is a function of p എന്ന ഫോർമാറ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു x വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. therefore I get dy by dx is equal to p, derivative of log p I get 1 by p into dp divided by dx plus log p square plus 1 into derivative I get p square plus 1 into derivative of p square, that is 2 times p into dp by dx. ഈ p നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് dp by dx കോമൺ ആയിട്ട് വെളിയിലെടുത്ത് എഴുതുകയാണ്. therefore I get 1 is equal to dp divided by dx നെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഈ p നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. therefore I get 1 divided by p square plus ഇവിടെ 2p divided by p square plus 1 ആണ്. അപ്പോൾ ഈ pയും ക്യാൻസൽ ആയി പോകും. therefore I get 2 divided by p square plus 1. this I can write dx is equal to 1 divided by p square plus 2 divided by p square plus 1 dp. ഇപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡും integrate ചെയ്യാം. therefore I get x is equal to integration of 1 divided by p square minus 1 divided by p plus integration of 1 divided by p square plus 1. I get 2 times tan inverse p. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഒരു പ്ലസ് സിയും കൂടെ ഉണ്ട്. അടുത്ത ചോദ്യം y is equal to x minus a into p minus p square. ഓൾറെഡി തന്നിരിക്കുന്ന ചോദ്യം y is a function of x, p എന്ന ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dy by dx നമുക്ക് എന്നിട്ടും we get p is equal to x minus a into derivative of p, that is dp divided by dx plus p into derivative of x minus a, that is 1 minus p square and derivative, that is 2 times p into
dp divided by dx. Therefore EPയും EPയും cancel ആവും. Therefore I get 0 is equal to, if I take dp by dx outside, I get x minus a minus 2p. പിന്നെ നമുക്ക് എന്ത് കിട്ടും? We get dp by dx is equal to 0. That means p എന്തായിരിക്കണം? P should be a constant. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഡെറിവേറ്റീവ് ഓഫ് p 0 ആണെങ്കിൽ അതിനർത്ഥം p എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ സൊല്യൂഷൻ അല്ലേ കിട്ടിയത്, p യുടെ വാല്യൂ എത്രയാണെന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ p യുടെ വാല്യൂ എവിടെ കൊടുക്കുക? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore we get y is equal to x minus a into c minus c square. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അടുത്ത ചോദ്യം, x is equal to y plus p square. അപ്പോൾ ഇതിനെ നമുക്ക് x വെച്ചും സോൾവ് ചെയ്യാം, y ക്ക് വേണ്ടിയും സോൾവ് ചെയ്യാം. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ I can write y is equal to x minus p square. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് y വെച്ച് സോൾവ് ചെയ്യാം, ഇതാണെങ്കിൽ x ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് y ക്ക് വേണ്ടി സോൾവ് ചെയ്യുകയാണ്. That is I am taking y is equal to x minus p square. അപ്പോൾ y ക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ p എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് x that is 1 minus derivative of p square that is 2 times p into dp by dx. This I can write p minus 1 divided by p is equal to minus 2 times dp by dx. This one I can write dx is equal to minus 2 times p divided by p minus 1 dp. അപ്പോൾ ഇതിന്റെ വേരിയബിൾസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി നോക്കുക, p divided by p minus 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് പറ്റത്തില്ല. This one I have to write 1 plus 1 divided by p minus 1. Okay. Therefore I get integral of dx is equal to integral minus 2 into 1 plus 1 divided by p minus 1. Therefore integrating dx we get x is equal to minus 2 is a constant. Integral of 1 we get p, and integral of 1 by p minus 1 we get log p minus 1 plus a constant. Therefore x is equal to minus 2p minus 2 times log p minus 1 plus a constant. ഇതാണ് സൊല്യൂഷൻ. അടുത്ത് സെയിം ചോദ്യം നമ്മൾ x ന് വേണ്ടി സോൾവ് ചെയ്യുന്നു. സോൾവബിൾ ഫോർ x. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. Therefore we get ds divided by dy is equal to 1 plus 2 times p dp divided by dy. This one I can write 1 divided by p is equal to 1 plus 2 times p into dp divided by dy. ഇപ്പോൾ ഈ ഇക്വേഷൻ നിന്ന് 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും. Therefore I can write 1 minus p divided by p is equal to 2 times p dp divided by dy. ഈ pയും കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും. Therefore 1 divided by p square is equal to 2 times dp divided by dy. ഇനി വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്താൽ therefore I get dy is equal to 2 times p square 1 minus p dp. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റിലും റൈറ്റിലും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് p square divided by 1 minus p ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. We get p square minus p. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? I can write minus p plus p divided by 1 minus p. Therefore this equation becomes integral dy is equal to 2 times integral minus p plus p divided by 1 minus p dp. Again p divided by 1 minus p. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സോൾവ് ചെയ്യണം. Therefore we get integral dy is equal to 2 times
integral minus p, p divided by 1 minus p. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? minus 1 plus 1 divided by 1 minus p dp. Therefore, we get y is equal to 2 times integral of minus p, that is minus p square by 2 minus 1, that is minus p, integral of 1 divided by 1 minus p, that is minus log 1 minus p. Therefore, plus a constant. Therefore, y is equal to minus p square minus 2 times p minus 2 times log 1 minus p plus a constant. ഇതാണ് സൊല്യൂഷൻ. അടുത്ത ചോദ്യം, y is equal to 2p plus 3p square. ഇവിടെ x എന്നുള്ള വേരിയബിൾ ഇല്ല, y is equal to a function of p എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ y ക്ക് വേണ്ടിയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് differentiating with respect to x, we get p is equal to 2p, that is 2 times dp divided by dx plus derivative of 3p square, we get 6 times p into dp divided by dx. If I can write p is equal to dp divided by dx 2 plus 6p. അപ്പോൾ ഞാൻ വേരിയബിൾ സെപ്പറേറ്റ് എഴുതാൻ പോയാണ്. therefore we get dx is equal to 2 divided by p plus 6 dp. നമുക്കിനി എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യണം. therefore we get x is equal to 2 times log p plus 6p plus a constant. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്തത് Clairaut's equation. The equation y is equal to px plus function of p is known as Clairaut's equation. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന y is equal to px plus function of p ആണ് നമ്മുടെ Clairaut's equation എന്ന് പറയുന്നത്. In the Clairaut's equation, on replacing p by a constant, we get the solution of the equation. അതായത് Clairaut's equation ആണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് p യെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത്, അതായത് സോൾവബിൾ ഫോർ എക്സ്, വൈ, പി, ഇതിലെ ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന Clairaut's equation ആണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ Clairaut's equation ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കിട്ടാനായിട്ട് p is equal to കോൺസ്റ്റന്റ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ Clairaut's equation എന്താണ്? y is equal to p into x plus a function of p. ഇവിടെ p യുടെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ആവാം. ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. p is equal to log px minus y. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? y is equal to px plus function of p എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക. therefore നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോഗ് മാറ്റാനായിട്ട് രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. therefore e raised to p is equal to px minus y എന്ന് കിട്ടും. therefore y is equal to px minus e raised to p എന്ന് കിട്ടും. ഇപ്പോൾ ഇനി ചെക്ക് ചെയ്യാം, ഇത് രണ്ടും സെയിം ഫോർമാറ്റ് ആണ്. y is equal to px plus a function of p. ഇവിടെ ഫംഗ്ഷൻ ഓഫ് p എന്താണ്? മൈനസ് e raised to p. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? p is equal to a കോൺസ്റ്റന്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore y is equal to cx minus e raised to c. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്ത ചോദ്യം നോക്കാം. p is equal to sin y minus xp. ഇതിനെ എനിക്ക് എഴുതാം. I can write sin inverse p is equal to y minus xp. therefore y is equal to xp plus sin inverse p. ഇപ്പോൾ എന്താണ്? y is equal to px plus a function of p എന്ന ഫോർമാറ്റിലാണ്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് p എന്ന് പറയുന്നത് sin inverse p ആണ്. പിന്നെ സൊല്യൂഷൻ എഴുതാം. p is equal to a constant എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore we get y is equal to xc plus sin inverse c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.